മാന്യ മഹാജനങ്ങളെ, ഇന്ന് ഒക്ടോബർ 6-ാം തീയതിയാണ്. നാളെ ഒക്ടോബർ 7-ആണ്. ഒക്ടോബർ 7-ൻ്റെ പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒക്ടോബർ 27 വയലാർ വിപ്ലവ ദിനമാണ് എന്ന് പറയുന്ന പോലെ ഒക്ടോബർ 7 ഹമാസ് വിപ്ലവ ദിനമാണ്. ഒക്ടോബർ 7-ാം തീയതിയാണ് ഹമാസിൻ്റെ ഏതാനും പോരാളികൾ ഈ കമ്പിവേലി തകർത്ത് ഇസ്രായേലിൽ പ്രവേശിച്ചതും അവിടെ ഉണ്ടായിരുന്ന ചില മൂരാച്ചികളെ വെടിവെച്ച് കൊന്നതും. വേറെ ഒന്ന് രണ്ട് പേരെ അല്ല, 10,000-2,000 പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോയത്. ഇത് ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ്. ഈ ജൂതന്മാരെയും അവരുടെ പിന്തുണക്കാരായ അമേരിക്കക്കാരെയും ഞെട്ടിച്ച ഒരു മഹാസംഭവമാണ്. ഇതിനാണ് നമ്മൾ ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഹമാസിൻ്റെ ഈ ചെറുത്തുനിൽപ്പിനെതിരെ സാമ്രാജ്യത്വ ശക്തികൾ ഒന്നിക്കുകയും ഇസ്രായേൽ തിരിച്ച് വലിയ പ്രത്യാക്രമണം സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ പ്രത്യാക്രമണത്തിൽ ഇതുവരെ ഏതാണ്ട് 50,000-ൻ്റെ അടുത്ത് സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഹമാസുകാരുടെ എണ്ണം വളരെ കുറവാണ്. 10,000-12,000 പേര് മരിച്ചിട്ടുണ്ട്. ബാക്കി അധികം പേരും ഈ ഗസയിലെ സാധാരണ മനുഷ്യരാണ്. അവർക്ക് ഹമാസിനോട് പ്രത്യേകിച്ച് ഒരു പ്രതിപത്തിയില്ല, അല്ലെങ്കിൽ ഇസ്രായേലിനോട് പ്രത്യേകിച്ച് ഒരു വിയോജിപ്പോ വിപ്രതിപത്തിയോ അതല്ലെങ്കിൽ ഒരു വൈമനസ്യമോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഹമാസിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. പക്ഷേ ഇസ്രായേലുകാർ ബോംബിടുമ്പോൾ ഇത് ഹമാസിനെ അനുകൂലിക്കുന്നവനാണോ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവനാണോ എന്ന് മനസ്സിലാക്കിയിട്ടല്ല ചെയ്യാം. അതുകൊണ്ട് ബോംബാക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഈ ഷെല്ലാക്രമണത്തിലും അതുപോലെ ടാങ്കാക്രമണത്തിലുമൊക്കെ ഒരുപാട് പേർ മരിച്ചു. മരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പരമനീചന്മാരായ ഇസ്രായേലുകാർ യുദ്ധം നിർത്താൻ തയ്യാറില്ല. ഹമാസിൻ്റെ പ്രമുഖ നേതാക്കന്മാർ പലരും ഇതിനകം തന്നെ മയ്യത്തായി പരലോകത്ത് എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരിങ്ങനെ ഊഴം കാത്ത് നിൽക്കുകയാണ്, ഇപ്പോൾ വരും നാളെ വരും എന്ന് വിചാരിച്ച്. ഈ ഗസ എന്ന പേരുള്ള പ്രദേശം ഇപ്പോൾ കല്ല് കാണാത്ത രീതിയിൽ നിലം പരിശായി കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അഭയാർത്ഥികളായിട്ട് ജീവനും കൊണ്ട് പല സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ ഹമാസന്മാരും ഇസ്രായേൽ മാത്രം ചിത്രത്തിലുള്ളൂ. അൽ ഖസാം ബ്രിഗേഡ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്ന കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവരാരെയും ഇപ്പോൾ കാണാനില്ല. അൽ ഖസാം ബ്രിഗേഡിനെ തന്നെ കാണാനില്ല. ഇതാണ് പാലസ്തീനിലെ പോരാട്ടത്തിൻ്റെ ഒരു സാമാന്യ ചിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രശ്നം അവിടെയല്ല കിടക്കുന്നത്. ഇവിടുത്തെ പിന്തുണക്കാർ തന്നെ പലരും കൊടിയും മടക്കി വീട്ടിൽ പോയി എന്നുള്ളതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായതിനു ശേഷം സേവ് ഗസ പരിപാടികളിൽ നിന്ന് CPM-കാർ, DYFI-ക്കാർ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻകാരൊക്കെ പിന്മാറി. അതാണ് ഇവിടുത്തെ സാഹചര്യം. കോൺഗ്രസ്സുകാരാണെങ്കിലും അതിനെക്കുറിച്ച് മിക്കവാറും മൗനം പുലർത്തുകയാണ്. ആകെ വന്നിട്ട് പോയിട്ടും നമ്മുടെ നാട്ടിലെ ചില ജമാഅത്തെ ഇസ്ലാമിക്കാരോ പോപ്പുലർ ഫ്രണ്ടുകാരോ മാത്രമാണ് ഇപ്പോൾ ഹമാസ് പോരാളികളുടെ ധർമ്മസമരത്തിന് അല്ലെങ്കിൽ അവരുടെ ചെറുത്തുനിൽപ്പിന്, അവരുടെ പ്രതിരോധത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുള്ളൂ. ആഗോളതലത്തിൽ കാര്യം പറയാതിരിക്കാൻ ഭേദം. ആഗോളതലത്തിൽ സൗദി അറേബ്യ ഒന്നും മിണ്ടുന്നില്ല, ബഹ്റൈൻ മിണ്ടുന്നില്ല, യമൻ മിണ്ടുന്നില്ല. ഹൂതികൾ അത്യാവശ്യം അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്, വേറെ ആരും ഒന്നും പറയുന്നില്ല. ഇറാഖ്, അതുപോലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മലേഷ്യ, ഇന്തോനേഷ്യ ഇവരൊക്കെ നിശബ്ദത പാലിക്കുകയാണ്. റഷ്യ ഉടനെ സഹായിക്കും, നാളെ സഹായിക്കും, മറ്റന്നാൾ സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ റഷ്യയും ഈ ഗസയുടെ ഒരു തകർച്ചയാണ് കാത്തിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഗസ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ മുദ്രാവാക്യം വിളിച്ചു നടന്ന ആളുകൾ പോലും ഇപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ടില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, CPM-കാർക്ക് മാനസാന്തരമുണ്ട്. ഈ പലസ്തീൻ വിഷയം അധികം ആളി കത്തിച്ചതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് എന്ന് ചില പോൾ പണ്ഡിറ്റുകൾ പറഞ്ഞു കഴിഞ്ഞു അത്രേ. കോൺഗ്രസ്സുകാർക്കാണെങ്കിലും പാലം കടക്കോളം നാരായണ, പാലം കടന്ന കൂരായണ എന്ന് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലസ്തീനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. ആഗോളതലത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ, അവർ മാത്രമാണ് ഇങ്ങനെ ഒരു സമരത്തിന് മുൻകൈ എടുത്ത് അവിടെ പ്രവർത്തിച്ചത്. അവർക്ക് തന്നെയും മടുത്ത പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല. ആഗോളതലത്തിൽ ഇറാനല്ലാതെ ഒരു രാജ്യവും ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല. ഇറാൻ്റെ കൈക്കോടാലികളായിട്ടിരിക്കുന്ന ഹിസ്ബുള്ള, അതുപോലെ ചില സംഘടനകൾ മാത്രമാണ് ഇപ്പോൾ ആകെയുള്ള ഹൂതികൾ ഒക്കെയാണ്
ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത്. അതായത് ഈ പാണ്ടി ലോറി വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ കയറി പോക്കാച്ചി തവള നിന്ന് വെല്ലുവിളിച്ച് അങ്ങനെ ഇരിക്കും. അതാണ് ഇവരുടെ അവസ്ഥ. ഇറാൻ്റെ ഭീഷണി ഒരു ഭാഗത്ത് നിൽക്കുന്നു, യമൻ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു, അങ്ങനെ റഷ്യ തലയ്ക്ക് മീതെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമല്ല എന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാണ്. അങ്ങനെ ഹമാസ് ഇപ്പോൾ 50,000-ഓളം അടുക്കുന്നു മരണസംഖ്യ. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹമാസ് എന്ത് നേടി എന്നുള്ളതാണ്. ഹമാസ് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഷിഹാബ് പൂക്കോട്ടൂരിൻ്റെ പക്ഷം പറഞ്ഞാൽ ഹമാസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിച്ചു. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതാണ്ട് 50,000-ഓളം മനുഷ്യജീവികളുടെ പേരുകൾ കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയും. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുമാണ്. തണ്ടും തടിയുള്ള അല്ലെങ്കിൽ നിവർന്നു നിൽക്കാൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ അധികം അങ്ങനെ ഈ യുദ്ധത്തിൽ പോയി മരിച്ചവരധികമില്ല. മരണസംഖ്യ 50,000 കടന്നെങ്കിൽ പോലും. അങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മധ്യപൗരസ്ത്യ ദേശം കടന്നു പോകുന്നത്, ഇസ്രായേൽ കടന്നു പോകുന്നത്, ഇറാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. തീർച്ചയായിട്ടും ഇത് മനുഷ്യരാശിയുടെ ദോഷത്തിനാണ്, നാശത്തിനാണ്, അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.